ഇത് ദ മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗു എന്ന പുതിയ സ്റ്റാർ വാർസ് സിനിമയുടെ നിരൂപണങ്ങളുടെ ഒരു ലഘു വിവരണമാണ്. സ്ട്രീമിംഗ് സീരീസിലൂടെ വലിയ വിജയമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ആദ്യമായി ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ആ സിനിമാറ്റിക് അനുഭവം അത്ര പോരാതെ പോയത് എന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ. ഒന്നാമതായി പറയേണ്ടത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈകാരികമായ അകൽച്ചയാണ്. മുൻ സീസണുകളിൽ മാൻഡലോറിയനായ ഡിൻ ജാരീനും ആ കൊച്ചു അന്യഗ്രഹ കൂട്ടുകാരനായ ഗ്രോഗുവിനും ഇടയിലുണ്ടായിരുന്ന ആ ഒരു ആഴത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വളരെ വേഗത്തിൽ നീങ്ങുന്ന ഈ സിനിമയിൽ സീരീസിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് മാറിയപ്പോൾ അവരുടെ ആ പഴയ മാജിക് എവിടെയോ നഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് തീർച്ചയായും തോന്നിപ്പോകും. രണ്ടാമതായി ഇതിലെ വിഷ്വൽ എഫക്ട്സ് ശരിക്കും നിരാശപ്പെടുത്തുന്നതാണ്. ചെറിയ സ്ക്രീനിൽ നിന്നും തിയേറ്ററിലെ ഐമാക്സ് 3Dയിലേക്ക് മാറിയപ്പോൾ സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ വളരെ വ്യക്തമായി കാണാം. അതുകൊണ്ട് യാതൊരു പുതുമയുമില്ലാത്ത ആ 3Dക്ക് വേണ്ടി വെറുതെ അധിക കാശ് കളയണ്ട എന്ന് ഉറപ്പിച്ചു പറയാം. കാരണം പണ്ട് ജീവസുറ്റതായി തോന്നിയിരുന്ന ഗ്രോഗു ഇതിൽ യാന്ത്രികമായി ചലിക്കുന്ന വെറുമൊരു പാവയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവസാനമായി ഇതൊരിക്കലും ഓർത്തു നിൽക്കുന്ന ഒരു അനുഭവമല്ല. എടുത്തു പറയാൻ മികച്ചൊരു ആക്ഷൻ രംഗമോ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വില്ലനോ ഇതിലില്ല. തിയേറ്ററിൽ കാണേണ്ട ഒരു വലിയ സിനിമ എന്നതിലുപരി വെറുതെ വലിച്ചു നീട്ടിയ ഒരു സാധാരണ TV എപ്പിസോഡ് പോലെയാണ് ഇത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരൂപകർ ഇതിന് 5ൽ 2.5 റേറ്റിംഗ് മാത്രം നൽകിയതും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുതിയ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഇതൊരു രസകരമായ സാഹസിക ചിത്രമായി തോന്നിയേക്കാം. എന്നാൽ മികച്ച ആക്ഷനും ആ പഴയ വൈകാരികതയും പ്രതീക്ഷിച്ചെത്തുന്ന യഥാർത്ഥ സ്റ്റാർ വാർസ് ആരാധകർക്ക് ഇതൊരു ശരാശരി അനുഭവം മാത്രമായിരിക്കും. ആദ്യ സീസണുകളിൽ നമുക്ക് കിട്ടിയ ആ ഒരു ഫീലും കണക്ഷനും ഇവിടെ തീരെ കിട്ടുന്നില്ല എന്നതാണ് സത്യം. കഥാപാത്രങ്ങളുമായി ഒന്ന് അടുക്കാൻ പോലും സമയം തരാതെ ഭയങ്കര സ്പീഡിലാണ് കഥ പോകുന്നത്. ശരിക്കും നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊന്നും ആസ്വദിക്കാൻ നിൽക്കാതെ നമ്മളൊരു ആർട്ട് ഗാലറിയിലൂടെ വെറുതെ ഓടിപ്പോകുന്നത് പോലെയല്ല ഇത്. രണ്ടാമതായി ഇതിലെ ദൃശ്യങ്ങളും ആനിമേഷനും വൈകാരികത മാത്രമല്ല, വിഷ്വൽസും ശരിക്കും നിരാശപ്പെടുത്തുന്നുണ്ട്. ഒരു തിയേറ്റർ സിനിമയായിട്ടും എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി തീർത്ത ഒരു പൂർത്തിയാക്കാത്ത സ്ട്രീമിംഗ് കണ്ടന്റ് പോലെയാണ് ഇതിലെ ദൃശ്യങ്ങൾ. ബാക്ക്ഗ്രൗണ്ടിലെ ഗ്രീൻ സ്ക്രീനൊക്കെ വളരെ മോശമാണ്. മാത്രമല്ല നമ്മുടെ ഗ്രോഗുവിന്റെ ചലനങ്ങൾ പോലും പഴയതിനേക്കാൾ ഭയങ്കര കൃത്രിമമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും വലിയ ബഡ്ജറ്റുള്ളൊരു സിനിമയുടെ ഗ്രാഫിക്സ് പഴയ TV ഷോയേക്കാൾ മോശമാകുന്നത് എങ്ങനെയാണെന്നത് വളരെ അതിശയകരം തന്നെയല്ലേ. അവസാനമായി സിനിമയുടെ മൊത്തത്തിലുള്ള നിലവാരം നോക്കിയാൽ ഓർത്തു നിൽക്കുന്ന വില്ലന്മാരോ കിടലൻ ആക്ഷൻ രംഗങ്ങളോ ഒന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പെട്ടെന്ന് മറന്നുപോകുന്ന സിനിമയായി മാറുന്നു. പുതിയതായി കാണുന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷെ തുടക്കം മുതൽ കൂടെയുള്ള ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ഇതിന് കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ പുതിയ പ്രേക്ഷകർക്ക് ഇതൊരു സാധാരണ പടമായി തോന്നാമെങ്കിലും കടുത്ത ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രാഞ്ചൈസിയുടെ സമീപകാലത്തെ ഏറ്റവും മോശം സൃഷ്ടികളിൽ ഒന്നായാണ് ഈ സിനിമ വിലയിരുത്തപ്പെടുന്നത്.